ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമയെ അവാർഡ് ദാന ചടങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ആ ലെറ്റർ അത് കയ്യിൽ കിട്ടിയതോടെ ശ്യാമ മടങ്ങിയെത്തുമ്പോൾ അത് കാണിക്കുവാനായി അമൃത എടുത്തി അത് ആ ടേബിളിന് മുകളിലേക്ക് വെക്കുന്നു. അതിനരികിൽ തന്നെ ഇരുന്ന വസന്തരാമ മറക്കാതെ അത് ശ്യാമയോട് പറയണമെന്നും കാണിക്കണമെന്നും വസന്തരാമ അമൃതയെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനുശേഷം കിച്ചണിലേക്ക് ജോലിയുമായി അമൃത പോകുന്ന സമയത്ത് വസന്തരാമയും ആ ഹാളിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് ഒളിഞ്ഞിരിക്കുന്ന ജയേഷ് ശ്രദ്ധിക്കുന്നു. എല്ലാവരും അവിടെ നിന്ന് മാറിയെന്ന ഉറപ്പിൽ ജയേഷ് അകത്തേക്ക് കയറി വന്ന് ആ ടേബിളിൽ ഇരിക്കുന്ന ലെറ്റർ എടുത്തുകൊണ്ട് പോകാനായി ജയേഷ് ശ്രമിക്കുന്നു. അപ്പോഴാണ് അവിടുന്ന് പോകാൻ തുടങ്ങിയ റൂമിലേക്ക് പോകാനായി എഴുന്നേറ്റ വസന്തരാമ തന്റെ മൊബൈൽ ഫോൺ ഹാളിലിരിക്കുകയാണ് എന്നുള്ള മനസ്സിലാക്കി വേഗം തിരികെ വന്ന് ആ മൊബൈൽ ഫോണും കയ്യിലെടുത്ത് റൂമിലേക്ക് കയറുന്നത്. ഈ സമയത്ത് തക്കം നോക്കി നിന്ന ജയേഷ് അകത്തേക്ക് കയറി വരികയും ആ ടീപ്പയ്ക്ക് മുകളിലിരുന്ന ലെറ്റർ കൈക്കലാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവിടേക്ക് അമൃതയെടുത്ത് വരുന്നത് കണ്ടു. ഉടനെ തന്നെ ഭയന്ന ജയേഷ് വേഗം തന്നെ കാണാതിരിക്കാനായി അടുത്തുവിട്ട മുറിയിലേക്ക് ഓടിക്കയറുന്നു. അമൃതയെടുത്ത് ഇതൊന്നും ശ്രദ്ധിക്കാതെ വേഗം അവിടേക്ക് എത്തി വസന്തരാമ കുടിച്ചിട്ട് വെച്ച ആ ഗ്ലാസ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോയി. അപ്പോഴേക്കും വേഗം റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ജയേഷ് ചുറ്റുപാടുമെല്ലാം നോക്കിയതിനു ശേഷം ആ ടീപ്പോയ്ക്ക് മുകളിലിരിക്കുന്ന ശ്യാമയ്ക്ക് വന്ന ആ ലെറ്റർ മറ്റുള്ളവരെ കണ്ണുവെട്ടിച്ച് കൈക്കലാക്കി അതുമായി പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തിറങ്ങി വന്ന ജയേഷ് ആ ലെറ്റർ പൊട്ടിച്ച് വായിച്ചു നോക്കുമ്പോൾ അതിൽ അവാർഡ് ദാന ചടങ്ങ് നടക്കുന്നത് പ്രസ് ക്ലബിലാണെന്നും അവിടേക്ക് അത് കൃത്യമായ ഡേറ്റ് സഹിതം ഏത് സമയത്ത് എത്തിച്ചേരണമെന്നും ആ ലെറ്ററിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അത് കണ്ട ജയേഷ് വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ അവൾക്കായി വല വിരിച്ചിരിക്കുന്നത് ഗോൾഫ് ക്ലബ്ബ് അവിടേക്കാണ് അവളോട് വരാൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഗോൾഫ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിലേക്ക് അവൾ വരുന്ന സമയത്ത് അവളുടെ മരണവും ഞാൻ അവിടെ വിധിക്കും. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഈ അവാർഡ് ദാന ചടങ്ങ് നടക്കുന്നത് അങ്ങ് പ്രസ് ക്ലബിലാണ് താനും. ഇതോടെ ശ്യാമയുടെ ശല്യം എല്ലാവർക്കും ഇല്ലാതാകും. അവൾ എന്റെ ജീവിതത്തെ ഈ രീതിയിലാക്കിയതിന് തിരിച്ചടി ഞാൻ അവൾക്ക് കൊടുക്കുക തന്നെ ചെയ്യും എന്നെല്ലാം ജയേഷ മനസ്സിൽ കരുതിക്കൊണ്ട് ആ ലെറ്ററും പിടിച്ചവിടുന്നു. ഐശ്വര്യയും സുരഭിയും കൂടി പുറത്തേക്ക് പോകുവാനായി റെഡിയായി നിൽക്കുന്ന സമയത്ത് സുരഭിയുടെ അരികിലേക്ക് എത്തിയ ഐശ്വര്യയോട് സുരഭി പറഞ്ഞു, അതെ, നമ്മുടെ ഈ ഡ്രസ്സും ഈ ഓർണമെന്റ്സും ഒക്കെ കണ്ട് ആളുകളൊക്കെ ഒന്ന് കണ്ണു തള്ളി നിൽക്കട്ടെ. സത്യത്തിൽ നമ്മുടെ കയ്യിൽ പണം 1 രൂപ പോലും ഇല്ല എന്നുള്ള വസ്തുത നമുക്കല്ലേ അറിയത്തുള്ളൂ. എന്നാൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ പത്രാസിനൊന്നും ഒരു കുറവും വന്നൂടാ എന്നൊക്കെ സുരഭി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ഐശ്വര്യ ചോദിച്ചു, അല്ല മമ്മി, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അത് മമ്മി പറഞ്ഞില്ലല്ലോ. ഉടനെ ഐശ്വര്യയോട് സുരഭി പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല, വെറുതെ നമ്മുടെ ഈ ആർഭാടമൊക്കെ ഒന്ന് 10 ആള് കണ്ടോട്ടെ, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് സുരഭി അങ്ങനെ പുഞ്ചിരിച്ചു നിൽക്കുമ്പോ അവരെ അന്വേഷിച്ച് മായ അവിടേക്ക് എത്തി. മായയെ കണ്ടതും ഐശ്വര്യ വലിയ സന്തോഷത്തിലായി. മായ എത്തിയല്ലോ, ഞങ്ങളെ അന്വേഷിച്ചെത്തിയല്ലോ എന്ന് പറഞ്ഞപ്പോ മായ അകത്തേക്ക് കയറി വന്നിട്ട് ചോദിച്ചു, ഇതെന്തൊരു വീടാണ് ഐശ്വര്യ, ഇവിടെയാണോ നിങ്ങൾ താമസിക്കുന്നത്? സത്യത്തിൽ ഇതിനേക്കാളും ഒക്കെ നല്ലൊരു സൗകര്യത്തിൽ നല്ല ഗെറ്റപ്പിലാണ് നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നതെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇതുപോലെ ഒരു കുടിസുമുറിയിൽ ഇങ്ങനൊരു അവസ്ഥയിൽ നിങ്ങളെ കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതെന്തായാലും വേണ്ടിയിരുന്നില്ല ഐശ്വര്യ എന്ന് പറഞ്ഞപ്പോ സുരഭി ഐശ്വര്യയോട് പറഞ്ഞു, അകത്തേക്ക് കയറി വാ. അത് കേട്ട ഉടനെ സുരഭിയോട് ഐശ്വര്യ അറിയിച്ചു, അയ്യോ ഞാൻ വരുന്നില്ല, ഇവിടെ തന്നെ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ അകത്തേക്ക് കയറി ആ കുടിസുമുറിയിലൊക്കെ കയറിയാലുള്ള അവസ്ഥ, അതുകൊണ്ട് ഞാൻ എന്തായാലും പോവാ എന്ന് പറഞ്ഞ് ഐശ്വര്യയുടെ യാത്ര പറഞ്ഞ് പോകാനായി മായ ഒരുങ്ങുന്നത് കണ്ട് ഐശ്വര്യ പറഞ്ഞു, മായേ, സത്യത്തിൽ ഞങ്ങളുടെ അവസ്ഥ മായക്ക് അറിയാവല്ലോ എന്ന് പറഞ്ഞതും ഇവിടെ ഇങ്ങനെ ഒരു വാടക വീട് തന്നെ സംഘടിപ്പിച്ചത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയൂ എന്ന് ഐശ്വര്യ മായയോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട് തലകുനിച്ചു നിൽക്കുകയാണ് അവിടെ നിന്ന് സുരഭി. ആ സമയത്ത് ആ വീടിന്റെ ഉടമസ്ഥൻ വാടക കാശ് കിട്ടാത്തതിന്റെ ദേഷ്യത്തിൽ അവിടെ വന്ന് നോക്കുന്നത് കണ്ടതോടെ സുരഭിക്ക് കാര്യം മനസ്സിലായി. ദൈവമേ, അയാള് വന്നല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇവിടെയാണെങ്കിൽ ഐശ്വര്യയും ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ച് ആകെ വിഷമത്തിലായി. മായയും ഐശ്വര്യയും കൂടിയും ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞാലോ എന്നൊക്കെ ആലോചിച്ച് ആകെ സങ്കടപ്പെട്ട സുരഭി നിൽക്കുമ്പോ അയാൾ അകത്തേക്ക് കയറി വന്നു. അപ്പൊ എങ്ങനെയാ, അമ്മയും മോളും ഇറങ്ങുമല്ലേ എന്ന് അന്വേഷിച്ചു. അത് കേട്ട ഉടനെ, ഇറങ്ങാനോ? താൻ എന്താടോ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്? താൻ എവിടുന്ന് വന്നാടോ എന്നൊക്കെ ചോദിച്ച് ഐശ്വര്യ ആ ഓണറിന്റെ നേരെ തട്ടിക്കയറി. അപ്പോഴേക്കും ഐശ്വര്യയോട് അയാൾ പറഞ്ഞു, അതെ, ഇത് എന്റെ സ്വന്തം വീടാണ്, അത് നിങ്ങൾക്ക് ഞാൻ വാടകയ്ക്ക് തന്നതെന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അയാൾ ദേഷ്യപ്പെട്ടു. ഇത്രയും ദിവസമായിട്ടും വാടക കാശ് പോലും കിട്ടിയിട്ടില്ല, 5-6 മാസത്തെ വാടക കാശ് കിട്ടാൻ കിടക്കുകയാണ് എന്ന് പറഞ്ഞ് അയാൾ ദേഷ്യപ്പെടുന്നത് കണ്ട് ഐശ്വര്യ ചോദിച്ചു, താൻ എന്തൊക്കെയാണോ വിളിച്ചു പറയുന്നത്?
കഴിഞ്ഞ ദിവസമല്ലേ ഇങ്ങോട്ട് ഞങ്ങൾ വന്നത്, എന്നിട്ടും താനിപ്പോ ഇത്രയും വലിയ കടബാധ്യത കൊണ്ടെന്നൊക്കെ പറയുന്നത് എങ്ങനെയാ? ഇതൊന്നും ഞാൻ അംഗീകരിച്ചു തരില്ല. ഞാൻ ആരാണെന്ന് അറിയാവോ? ഞാനേ മിസ് കേരളയാണ്, മിസ് കേരള എന്നൊക്കെ പറഞ്ഞതും അയാൾ പറഞ്ഞു, നിങ്ങൾ ആരാണെങ്കിലും എനിക്കെന്താ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ രാവിലെ 10 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ അതിനു മുമ്പ് എനിക്ക് പണം കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ആ അവസരത്തിൽ പെട്ടെന്ന് അയാൾ അവിടെ നിന്ന് പോകുവാനായി കാത്തു നിൽക്കുകയായിരുന്നു ഐശ്വര്യയും സുരഭിയും. ഐശ്വര്യ അപ്പോഴേക്കും അയാളോട് പറഞ്ഞു, ഇതിലും കൂടുതൽ സൗകര്യമുള്ള സ്ഥലങ്ങൾ വേറെ ഞങ്ങൾ കണ്ടതാണ് എന്നൊക്കെ അറിയിച്ചതും അയാൾ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾക്ക് അത് തന്നെ മതിയായിരുന്നല്ലോ എന്ന് ചോദിച്ച് അയാൾ അവിടെ നിൽക്കുമ്പോൾ ഉടനെ സുരഭിയുടെയും ഐശ്വര്യയുടെയും മരുക്കം കണ്ട് മായ പറഞ്ഞു, എന്തായാലും ഇത്രയും വലിയൊരു അടി നിങ്ങൾ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഐശ്വര്യ എന്ന് മായ അറിയിച്ചു. അപ്പോഴേക്കും മായയുടെ ആ ചോദ്യം കേട്ട് ഐശ്വര്യ ആകെ അങ്കലാപ്പോടെ തന്റെ അരികിൽ നിൽക്കുന്ന സുരഭിയെ നേരെ നോക്കി. ഈ സമയത്ത് മായയ്ക്ക് കാര്യങ്ങൾ ഏകദേശം ബോധ്യമായി തുടങ്ങി. വാടകയ്ക്ക് പണം കൊടുക്കാതെ 6 മാസക്കാലമായി അവരവിടെ കഴിയുകയാണെന്നും ഓണർ വന്ന് വഴക്കുണ്ടാക്കിയിട്ടും അവർക്ക് മറുപടി ഒന്നും പറയാനില്ലാതായതോടെ കൃത്യമായി മായ പലതും മനസ്സിലാക്കുന്നു. താൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടുക തന്നെ ചെയ്യുമെന്ന് മനസ്സിലാക്കിയതോടെ ഐശ്വര്യയുടെയും സുരഭിയുടെയും അരികിൽ നിന്ന് രക്ഷപ്പെടാനായി മായ തയ്യാറാകുന്നു. അവിടുത്തെ പൂജാ കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് നടക്കുമ്പോ എന്തായാലും ഇനി ഈ ആഗ്രഹങ്ങളൊന്നും തൽക്കാലം നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയ മായ വേഗം തന്നെ ഐശ്വര്യയുടെ സുരഭിയുടെ യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങി. ഐശ്വര്യ അപ്പോഴേക്കും സുരഭിയുടെ മുന്നിൽ വെച്ച് ഐശ്വര്യ മായയോട് പറഞ്ഞു, മായെ ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ, ഞങ്ങളോട് വാടകയുടെ പണം കൈക്കലാക്കാനായി വന്നതാണ് അയാൾ. എന്നാലും ഞങ്ങളുടെ അവസ്ഥ മായക്കറിയാവല്ലോ, ഇപ്പൊ 1 രൂപ പോലും സ്വന്തമായിട്ട് എടുക്കാനില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിന് ഉടനെ തന്നെ പരിഹാരം കണ്ടേ തീരൂ എന്ന് പറഞ്ഞ് ആകെ വിഷമത്തോടെ ശ്യാമ നിന്നു. ഈ സമയത്ത് ശ്യാമയുടെ ആ സങ്കടവും വിഷമവും ഒക്കെ കൃത്യമായി മനസ്സിലാക്കേണ്ട ആ ഇത്തവണ അതൊന്നും തിരിച്ചറിയാതെ ഐശ്വര്യയുടെ അമ്മയെയും തിരിച്ച് ആനന്ദതലത്തിലേക്ക് കയറ്റുക എന്ന ഒരു ലക്ഷ്യം നടപ്പിലാക്കി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു മായ എവിടേക്ക് എത്തിയത്. എന്നാൽ ഇനിയും താൻ അവിടെ നിന്നാൽ തന്റെ കയ്യിൽ നിന്ന് പണം നഷ്ടമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ മായ രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. ഇത് കണ്ട ഉടനെ ഐശ്വര്യ മായയുടെ കയ്യിൽ കടന്നു പിടിച്ചു. മായെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ മായ മറ്റൊന്നും വിചാരിക്കരുത്. എനിക്കൊരു 5 ലക്ഷം രൂപ കടമായി തരുവോ? ഞാൻ പലിശ തന്നേക്കാം, പിന്നീട് പണവും വീട്ടാം എന്ന് ഐശ്വര്യ പറഞ്ഞതും അത് കേട്ട ഉടനെ തന്നെ ഇങ്ങനൊരു കാര്യം പറയുന്നത് കേട്ട് ഐശ്വര്യയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ആവശ്യം കൂടി വന്നതോടെ മായ ജീവനും കൊണ്ട് ഓടാനായി തയ്യാറായി. മായ ഉടനെ ഐശ്വര്യയോട് പറഞ്ഞു, അയ്യോ ഐശ്വര്യ, ഞാനിപ്പോ അല്പം ടൈറ്റിലാണ്, മാത്രമല്ല ഈ അടുത്തിടെ 10 ലക്ഷത്തിന്റെ ഗോൾഡ് വാങ്ങി, അതാണ് ഇത്ര ടൈറ്റ് ആയത്. അത് കേട്ട ഉടനെ ഐശ്വര്യ പറഞ്ഞു, എന്നാ മായ അത് മതി, അതിൽ കുറച്ച് സ്വർണം പണയം വെച്ചാൽ മതിയല്ലോ, ഞാൻ പിന്നീട് പണം തരാം എന്ന് പറഞ്ഞതും പക്ഷെ മായ ചോദിച്ചു, അത് പിന്നീടെന്ന് പറഞ്ഞ എപ്പോഴാ ഐശ്വര്യ പണം തരിക? അത് കേട്ട ഉടനെ തന്നെ ഐശ്വര്യ പറഞ്ഞു, ഞാൻ ഉടനെ തന്നെ ആനന്ദനിലയത്തിലേക്ക് തിരികെ എങ്ങനെയും കയറും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പണം എനിക്ക് എങ്ങനെ വേണമെങ്കിലും മറിക്കാവല്ലോ എന്ന് ഐശ്വര്യ അറിയിച്ചത് കേട്ട് മായ പറഞ്ഞു, തൽക്കാലം അത് പറ്റില്ല ഐശ്വര്യ, എനിക്ക് അല്പം ധൃതിയുണ്ട്, അതുകൊണ്ട് ഞാൻ പൊയ്ക്കോട്ടെ, ഇനി ഓഫീസിലും മറ്റോ വിളിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് വേഗം അവിടെ നിന്ന് ഐശ്വര്യയുടെ അരികിൽ നിന്ന് മായ തഴുതപ്പുന്നു. അതിനുശേഷം അഖിലും ശ്യാമയും കൂടിയും ചെക്കപ്പ് നടത്താനായി പോകാനായി ഇറങ്ങി വരുന്ന സ്റ്റെയറിൽ പതുക്കെ ഇറങ്ങി വരുമ്പോഴേക്കും ശ്യാമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഖിൽ വരുമ്പോ ശ്യാമ അഖിലിനോട് പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല അഖിൽ സാർ പേടിക്കണ്ട. അപ്പോഴേക്കും അഖിൽ പറഞ്ഞു, അല്ല കുറച്ചു മുമ്പ് തനിക്ക് ചെറിയ വയറിന് വേദന എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് അഖിലും ശ്യാമയും കൂടി അവിടേക്ക് വന്നു നിന്നതും എന്തായാലും ഇന്ന് ചെക്കപ്പിന് പോയേ പറ്റൂ, എന്താ കാര്യം എന്നറിയണല്ലോ എന്ന് പറഞ്ഞ് അഖിൽ ശ്യാമയോട് സംസാരിച്ചു നിൽക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് കിച്ചണിൽ നിന്ന് വസന്തരാമ കയ്യിൽ ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് അവിടേക്ക് എത്തി. അതെ, കൃത്യമായിട്ടും ഇന്ന് പോയേ പറ്റൂ, അതില് യാതൊരു മാറ്റവുമില്ല, ഇതേ 4-ാം മാസമാണ്, അതുകൊണ്ട് ഡീറ്റെയിൽഡ് ചെക്കപ്പ് തന്നെ വേണം എന്ന് പറഞ്ഞ് വസന്തരാമ അരികിലേക്ക് എത്തി. ഉടനെ തന്നെ വസന്തരാമ കൂടി വരുന്നത് കണ്ട് അരുൺ സന്തോഷത്തോടെ പറഞ്ഞു, അതെ, ഇന്ന് ഡീറ്റെയിൽഡ് ചെക്കപ്പ് തന്നെ നടത്തണമെന്ന് അഖിലൻ സമ്മതിച്ചു. ഈ സമയത്ത് വസന്തരാമയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടു. ശ്യാമ ജ്യൂസ് കുടിക്കാനായി മടി കാണിച്ചു നിൽക്കുമ്പോൾ ഇത് മുഴുവൻ കുടിക്കണം, ഇല്ലെങ്കിൽ ഞാൻ നല്ല അടി വെച്ച് വരുമെന്ന് പറഞ്ഞ് വസന്തരാമ നിൽക്കുമ്പോൾ അഖിലും തൊട്ടരികിൽ നിന്ന് കുടിക്കെന്ന് പറഞ്ഞ് ശ്യാമയെ കൊണ്ട് ആ ജ്യൂസ് നിർബന്ധപൂർവ്വം കുടിപ്പിക്കണം. അപ്പോഴാണ് വസന്തരാമയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. ഫോണിൽ ആരാ വിളിക്കുന്നത് അറിയാനായി ഫോൺ എടുത്ത് നോക്കിയതും അതിൽ ഐശ്വര്യ എന്ന പേര് കണ്ടതോടെ വസന്തരാമ പറഞ്ഞു, ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഇവൾക്ക് നാണയില്ലേ എന്നെ വിളിക്കാൻ എന്ന് പറഞ്ഞ് വസന്തരാമ കലിയോടിരുന്നു. ഉടനെ തന്നെ വസന്തരാമയുടെ ഫോണിലേക്ക് വന്ന കോള്
കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് വസുന്ധരാമ ശ്യാമയെയും അഖിലിനെ നോക്കി വെക്കുമ്പോൾ വീണ്ടും തന്നെ വസുന്ധരാമയുടെ ഫോണിലേക്ക് നിരന്തരമായി മൂന്നാല് തവണ കൂടി വിളിച്ചുകൊണ്ടിരുന്നു. അവസാനം അതെല്ലാം അദ്ദേഹം കട്ട് ചെയ്ത് കളയുന്നു. അങ്ങനെ വസുന്ധരാമയുടെ ഫോണിലേക്ക് വരുന്ന കോള് ഐശ്വര്യയുടേതാണെന്ന് മനസ്സിലാക്കിയ അഖിൽ വസുന്ധരാമയോട് പറഞ്ഞു, അമ്മയെ കോൾ എടുക്ക്. അത് കേട്ട ഉടനെ വസുന്ധരാമ പറഞ്ഞു, എനിക്കിനി അവളുടെ ഇത്തരം സംസാരങ്ങളൊന്നും കേൾക്കാൻ താല്പര്യമില്ല. നമ്മുടെ കുടുംബത്തോട് ഇത്രയും വലിയൊരു ക്രൂരത കാട്ടിയവൾക്ക് ഇനി നമ്മൾ എന്തിനു സംസാരിക്കണം എന്ന നിലപാടിലായിരുന്നു ആ സമയത്ത് വസുന്ധരാമ. കോള് കട്ട് ചെയ്ത് കളയാതെ വീണ്ടും തുടർന്നും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഐശ്വര്യയുടെ ഫോൺ കോൾ കണ്ട് വസുന്ധരാമ പറഞ്ഞു, ഇവൾക്ക് നാണമില്ലല്ലോ ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് വീണ്ടും വീണ്ടും എന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. ഉടനെ അത് കേട്ട അഖിൽ പറഞ്ഞു, അമ്മ ഫോണിങ്ങനെ എന്താ അവരുടെ സുഖേടെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞ് ഉടനെ അഖിൽ ഫോൺ വാങ്ങിക്കുന്നു. അഖിലെ കോൾ അറ്റൻഡ് ചെയ്തതും ഐശ്വര്യ വലിയ സന്തോഷത്തോടെ, ഹലോ അമ്മേ, ഇത് ഞാനാ ഐശ്വര്യ, എന്റെ പൊന്നമ്മയല്ലേ, എന്നെ ആനന്ദ നിലയത്തിലേക്ക് തിരിച്ചു വിളിക്കണ അമ്മേ, എനിക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നില്ല, ഇനി ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല അമ്മേ, എന്നെ തിരിച്ചു വിളിക്കണേ എന്ന് പറഞ്ഞ് വസുന്ധരാമയുടെ കൈ അപേക്ഷിക്കുന്നു. വസുന്ധരാമ അത് കേൾക്കാത്ത ഭാഗത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ വസുന്ധരാമയോട് വീണ്ടും വീണ്ടും ഇതേ ആവശ്യവുമായി ഐശ്വര്യ വിളിക്കുമെന്ന് മനസ്സിലാക്കിയതോടെ അഖിൽ പറഞ്ഞു, അതെ അമ്മയല്ല ഞാനാ, അഖിലാണ് സംസാരിക്കുന്നത്. അത് കേട്ട ഉടനെ ഐശ്വര്യ പറഞ്ഞു, അഖിലോ, എന്റെ പൊന്നനുജനാ വിളിക്കുന്നത് എന്ന് ചോദിച്ച ഉടനെ അഖിൽ പറഞ്ഞു, വേണ്ട, നിങ്ങളുടെ ഇത്തരത്തിൽ വലിയ സ്നേഹപ്രകടനമൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ആരുടെയും ഫോണിലേക്ക് ഇനി മേലാൽ വിളിച്ചു പോകരുത്. നിങ്ങളുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ അവസാനിപ്പിച്ചു കഴിഞ്ഞാണ്. ഇനി ആരെയും നിങ്ങൾ ഫോണിൽ വിളിച്ച് ബുദ്ധിമുട്ടിച്ചേക്കരുത് എന്ന് ദേഷ്യത്തോടെ ഐശ്വര്യോട് പറയുന്നു. ഐശ്വര്യ അത് കേട്ടതും അഖിലിനോട് പറഞ്ഞു, അഖിൽ, അതിന് ഞാൻ നിന്റെ എഴുത്തിയമ്മയല്ലേ എന്ന് പറഞ്ഞത് കേട്ട് അഖിൽ പറഞ്ഞു, ആയിരുന്നു, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ഇപ്പോ ഞങ്ങളെ എഴുത്തിയമ്മ അല്ല നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അഖിൽ ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങി. അതെ, ഞങ്ങൾ ശ്യാമയുമായി ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഇനി ഇതുപോലെ തെരുതെരയാനും ഫോൺ വിളിച്ചാലുണ്ടല്ലോ എന്റെ കൃത്യമായിട്ടുള്ള സ്വഭാവം നിങ്ങൾ തിരിച്ചറിയും എന്ന് പറഞ്ഞ് ആ നിമിഷം താക്കീതും ചെയ്യുന്നു. ഈ സമയത്ത് ഐശ്വര്യ ആ വാടക വീട്ടിലിരുന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജീപ്പിൽ വന്നിറങ്ങിയ പുരുഷന്മാർ അവിടെ വന്ന് ഐശ്വര്യ മേക്കപ്പ് ഇടുന്നത് ശ്രദ്ധിച്ചു. അത് നോക്കി ആസ്വദിച്ചങ്ങനെ അവർ നിൽക്കുന്നത് കണ്ട് ഐശ്വര്യ വേഗം ചാടി ഇരുന്നിട്ട്, എന്താ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചതും അയാൾ പറഞ്ഞു, എനിക്ക് 10 ലക്ഷം രൂപ വേണം. അത് കേട്ട ഉടനെ ഐശ്വര്യ കലിയോട് നോക്കി. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, അതെ, എനിക്ക് 10 ലക്ഷം രൂപ നിന്റെ അമ്മ തരാനെന്ന് പറഞ്ഞാണ് ഈ വീടും അതോടെ ഇതിനകത്തുള്ള സാധനങ്ങളും എല്ലാം ഇപ്പോഴും നിങ്ങൾ കൈവശം വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ പിന്നെ ഞാൻ ചോദിക്കുന്നത് ന്യായമല്ലേ എന്ന് പറഞ്ഞ് അയാൾ തന്റെ പണം തരാനായി ഐശ്വര്യയോട് അറിയിച്ചു. ഐശ്വര്യ അത് കേട്ടതും അതെങ്ങനെയാ ശരിയാവുന്നത് എന്ന് ചോദിച്ച് ഇവിടെ ചേട്ടനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഐശ്വര്യ വീണ്ടും അമ്മയെയും മമ്മിയെയും എല്ലാം വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സുരഭിയെ അകത്തേക്ക് നോക്കി ഐശ്വര്യ വിളിച്ചു. മമ്മി ഇയാൾ എന്തൊക്കെ ഇവിടെ വന്ന് പറയുന്നത് എന്ന് ചോദിച്ചു ഉറക്കെ ഐശ്വര്യ വിളിക്കുമ്പോഴേക്കും അയാൾ പറഞ്ഞു, നീ എത്ര മമ്മിയെ വിളിച്ചാലും അവർ വിളി കേൾക്കാൻ അവിടേക്ക് വരാനോ പോകുന്നില്ല. കാരണം നിന്റെ മമ്മി ഇതിനോടകം മുങ്ങിക്കഴിഞ്ഞു. അവര് മുങ്ങി, നീ ഇനി ശരിക്കും പെട്ടതാണ്. അതുകൊണ്ട് ഇനി നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. അത് കേട്ട ഐശ്വര്യ പറഞ്ഞു, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാവോ, ഞാനേ മിസ് കേരളയാണ്, മിസ് കേരള എന്ന് പറഞ്ഞ് ഐശ്വര്യ വീമ്പ് പറഞ്ഞ് നിൽക്കുമ്പോൾ അയാൾ പറഞ്ഞു, അതെ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. തൽക്കാലം 10 ലക്ഷം രൂപ കിട്ടിയില്ലെങ്കിൽ നീ എൻ്റെ കൂടെ ഇങ്ങ് പോര്, നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരെ അവിടെ കഴിയാം, അതാ നല്ലത്, ഇവിടെ വാടി എന്ന് പറഞ്ഞ് ഐശ്വര്യയെ പിടിച്ചു നിർത്താനായി ശ്രമിക്കുന്നു. ഐശ്വര്യ അതിനുശേഷം അയാളുടെ കയ്യിൽ നിന്ന് കുതിറി ഓടിപ്പോകാനായി ഒരുങ്ങുമ്പോൾ അയാൾ പിന്നാലെ എത്തി ഐശ്വര്യയെ പിടിച്ചു നിർത്തുന്നു. അങ്ങനെ നീ രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതണ്ട എന്ന് പറഞ്ഞ് ഐശ്വര്യ ബലമായി തന്റെ കാറിലേക്ക് പിടിച്ചു കയറ്റാൻ തുടങ്ങുന്നു. ഐശ്വര്യയെ കാറിലേക്ക് പിടിച്ചു കയറ്റിയതിനു ശേഷം അവിടെ നിന്ന് കാറ് പുറപ്പെട്ടു. ഈ സമയത്ത് ഐശ്വര്യയുടെ കാര്യത്തിൽ തീരുമാനമൊന്നും ആക്കാതെ അരുണങ്ങനെ ഇരിക്കുകയും അതോടൊപ്പം അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കേണ്ടി വരികയും ചെയ്യുന്ന ഈ സമയത്ത് ഐശ്വര്യക്ക് ബലമായി ഐശ്വര്യ പിടിച്ചുകൊണ്ട് പോകുന്ന അയാൾ വേഗം തന്നെ ഐശ്വര്യ പറഞ്ഞു, നിന്നെ കൊണ്ടുപോയി ഞങ്ങളുടെ പണം മുതലാക്കുക തന്നെ ചെയ്യും, നമുക്കവിടെ ഭാര്യ ഭർത്താക്കന്മാരെ കഴിയാതെ എന്റെ വീട്ടില് എന്ന് പറഞ്ഞതും ഐശ്വര്യ അയാളോട് പറഞ്ഞു, നിർത്തടോ, താനെ ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും അയാളെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, നീ ഇപ്പോ ഞങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കും എന്ന് പറഞ്ഞ് ഐശ്വര്യയോട് വെല്ലുവിളിച്ച് അയാൾ വണ്ടിയിൽ നിർബന്ധപൂർവ്വം കയറ്റുകയും ഐശ്വര്യ ബലമായി പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. കുറച്ചു ദൂരം പോയി കഴിയുമ്പോഴേക്കും കാർ ഒതുക്കിയിട്ടിട്ട് തന്റെ കൂടെയുള്ള ഗുണ്ടകളിൽ ഒരാളോട് അയാൾ സിഗരറ്റ് വാങ്ങിച്ചുകൊണ്ട് വരാനായി പറഞ്ഞു. ഈ സമയത്ത് അയാളുടെ കാറിൽ അകപ്പെട്ടു പോയ ഐശ്വര്യ പുതിയൊരു തന്ത്രം പ്രയോഗിക്കാൻ തയ്യാറാകുകയും തന്റെ കയ്യിൽ കിട്ടിയ ആ പണം അവരെങ്ങനെയും മുതലാക്കുമെന്ന് മനസ്സിലാക്കിയതോടെ
മമ്മി തന്നെ ചതിക്കുകയും ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമാണ് ഇപ്പോഴുള്ള ഏക പോംവഴി എന്ന് മനസ്സിലാക്കി അതിന് എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു.